നിയോഗം. സാന്ദ്രയുമായി ഈ വീടിന്റെ കൈപിടിച്ചു വരുന്നത് സ്വപ്നം കണ്ട് ഇന്നലെ രാത്രി കൂടി താൻ കിടന്നുറങ്ങിയതാണ്. എന്നിട്ടോ എത്ര പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത്. എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അലവലാതിന്ന് വിളിച്ച അവന്റെ ചേട്ടനിട്ട് എന്തേ നീ രണ്ട് പൊട്ടിക്കാഞ്ഞതെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അവൻ തരിച്ചിരുന്നു പോയി. ശില്പയ്ക്കായിരുന്നു ഏറ്റവും നാണക്കേട്. രാഹുലിന്റെ അച്ഛനും അമ്മയും കൂടി വന്നതായിരുന്നു രാവിലെ. അവരോട് പ്രത്യേകം വരാൻ ക്ഷണിച്ചത് അച്ഛനായിരുന്നു. ശില്പ നേരത്തെ പിണങ്ങിപ്പോയതുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു നീക്കം. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളുടെ ചേട്ടൻ ഓർത്തപ്പോൾ അവന് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വല്ല പ്രേമോ ആയിരുന്നെങ്കിൽ അവളെ പോയി വിളിച്ചിറക്കിക്കൊണ്ടുവരായിരുന്നു. ഓരോന്നോർത്ത് എപ്പോഴോ ഹരി ഉറങ്ങിപ്പോയി. ഈ സമയത്ത് സാന്ദ്ര മുഖം പൊത്തിക്കിടന്ന് കരയുകയാണ്. എത്ര പിടിച്ചിട്ടും അവൾക്ക് അവളുടെ കണ്ണുനീർ ഒഴുകി വരുന്നത് തടയാനായില്ല. അവളുടെ വിഷമം ഇപ്പോഴീ ലോകത്തിൽ അറിയാവുന്ന ഒരേയൊരു വസ്തു അവളുടെ തലയിണയാണ്. കാരണം അത് മുഴുവനും കണ്ണീരിൽ കുതിർന്നിരുന്നു. നിശ്ചയത്തിനൊടുക്കുവാനുള്ള സെറ്റുമുണ്ടിന്റെ കര ഏതാണെന്ന് വരെ അവൾ അമ്മയോട് പറഞ്ഞിരുന്നു. എങ്ങനെ ഒരുങ്ങണം, മുല്ലപ്പൂ വെക്കണം, ആഭരണം അണിയണം, എല്ലാം അവൾ അമ്മയുമായി പങ്കുവെക്കുന്നത്. അവർ പോയിട്ട് വരുന്നതും കാത്ത് അവൾ പൂമുഖത്ത് തന്നെയായിരുന്നു. കാത്തിരുന്ന് ഒടുവിൽ വന്നപ്പോഴോ ഏട്ടന്റെ ദേഷ്യത്തോടെയുള്ള മുഖഭാവം കണ്ടപ്പോൾ അവൾ പ്രാർത്ഥിച്ചത് അരുതാത്തതൊന്നും സംഭവിക്കരുതേ ദേവി എന്നായിരുന്നു. ഒടുവിൽ അമ്മയാണ് എല്ലാം പറഞ്ഞത്. എന്തായാലും ആ ചെക്കന് വേണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞാൽ പോരായിരുന്നു. ഇത് വിഷ്ണു എന്തെല്ലാം വേണ്ടാദിനങ്ങളാ അവരോട് വിളിച്ചു പറഞ്ഞത്. അവരുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും നമ്മളെ അടിച്ചിറക്കിയേനെ. ഭാനുമതി ചിറ്റ അമ്മയോട് പറയുന്ന കേട്ടപ്പോഴാണ് സാന്ദ്രയ്ക്ക് അവിടെ ഉണ്ടായ കോലാഹലങ്ങൾ അത്രയ്ക്ക് ഭീകരമാണെന്നറിഞ്ഞത്. എല്ലാം ഓർത്ത് വിതുമ്പി കരയാൻ മാത്രമേ സാന്ദ്രയ്ക്ക് കഴിഞ്ഞുള്ളൂ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് സാന്ദ്ര അമ്പലത്തിൽ പോകുവാൻ കുളിച്ചൊരുങ്ങി വന്നു. അപ്പോഴേക്കും വിഷ്ണുവും ഭാര്യ അനുവും കൂടി തിരിച്ചു പോകുവാനായി മുറ്റത്ത് നിൽക്കുന്നത് സാന്ദ്ര കണ്ടു. ഏട്ടനിപ്പോ വീട്ടിൽ വന്നിട്ട് പോയാലും തന്നോട് യാത്രയൊന്നും പറയാറില്ലല്ലോ എന്ന് അവൾ ഓർത്തു. വിവാഹം കഴിഞ്ഞതോടെ ഏട്ടൻ ആകെ മാറിപ്പോയി. സാന്ദ്ര പഠിക്കാൻ നിൽക്കുകയാണ്. നീ എവിടെ പോകുന്നുവെന്ന് വിഷ്ണു ഒരു പുരുക ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. സാധാരണയായി അവൻ അങ്ങനെ ചോദിക്കുമ്പോൾ ആരിത് നരേന്ദ്രപ്രസാദ് ആണോന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നതാണ്. എന്നാൽ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി. എന്ത് കണ്ടിട്ടമ്മേ ആ കല്യാണത്തിന് സമ്മതിച്ചത്? ഇവളുടെ പോക്കും ഭാവവും കണ്ടാൽ ഞാൻ നാളെ നടത്താനിരുന്ന അവളുടെ കല്യാണം മുടക്കിയതാണെന്ന് ഓർക്കുമല്ലോ. വിഷ്ണു അമ്മയോടായി പറഞ്ഞു. തൊലിവെളുപ്പ് കണ്ടുകൊണ്ടിരുന്നാൽ അരി വെക്കില്ലെന്ന് മകളോടൊന്ന് പറഞ്ഞു കൊടുക്ക്. അനുവേട്ടത്തി അമ്മയോട് പറയുന്നത് പഠിപ്പുര കിടന്നപ്പോ സാന്ദ്ര കേട്ടിരുന്നു. പാവം അച്ഛനും അമ്മയും മറുത്തൊരു വാക്കുപോലും ഏട്ടനോട് പറയില്ല. ഏട്ടന്റെ ചെലവിലല്ലേ നമ്മൾ കഴിയുന്നതെന്ന് അമ്മ പറയും. അമ്പലത്തിൽ ചെന്ന് അവൾ ദേവിയെ വിളിച്ച് ഉറക്കെ പ്രാർത്ഥിച്ചു. എല്ലാ സങ്കടവും മാറ്റി ഹരിയെ തനിക്ക് നൽകണേ എന്ന്. മടങ്ങുമ്പോഴാണ് അവൾ സരസമ്മയുടെ മകൻ ശ്യാമിനെ കണ്ടത്. ചേച്ചി, നിങ്ങളുടെ വീട്ടുകാർ ഇത്തരക്കാരായിരുന്നോ? അവൻ എടുത്തടിച്ചതുപോലെ സാന്ദ്രയോട് ചോദിച്ചു. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് അറിയാവുന്നത് കൊണ്ട് സാന്ദ്ര മറുത്തൊരു വാക്കുപോലും അവനോട് പറഞ്ഞില്ല. ഇന്ന് രാവിലെ ആ ചേട്ടന്റെ അമ്മ വിളിച്ചിരുന്നു. അവൻ പറഞ്ഞു നിർത്തി. എന്തിനാ ശ്യാമേ? സാന്ദ്ര തിരിച്ചു ചോദിച്ചു. അവരുടെ കെട്ടിച്ചു വിട്ട പെൺമക്കളുടെ ഒക്കെ വീട്ടുകാർ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നുവെന്ന്. എല്ലാവരുടെയും കേൾക്കൽ വിഷ്ണു ചേട്ടൻ എന്തെല്ലാമാണ് വിളിച്ചു കൂവിയതെന്ന് ചേച്ചിക്കറിയാമോ? അതിനു മാത്രം ആ ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? അവന് രോഷം അടക്കാൻ കഴിയുന്നില്ല. സാന്ദ്രയുടെ കണ്ണുനീർ കണ്ടപ്പോൾ അവന് വലിയ വിഷമവും തോന്നി. ചേച്ചിക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. അവൻ പറഞ്ഞപ്പോൾ സാന്ദ്ര കണ്ണു തുടച്ചു. ഞാൻ പോയേച്ചി, അമ്മ മീൻ മേടിക്കാൻ വിട്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോകാൻ തുടങ്ങി. ശ്യാമേ, ഞാനൊരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയുമോ? സാന്ദ്ര പെട്ടെന്ന് അവനോട് ചോദിച്ചു. ആ അമ്മയുടെ ഫോൺ നമ്പർ
നിന്റെ ഫോണിലുണ്ടോ? എനിക്ക് ആ അമ്മയെ വിളിച്ച് ക്ഷമ പറയാനാടാ. സാന്ദ്ര അവനെ നോക്കി. ഇനി അതൊന്നും വേണ്ട ചേച്ചി, കഴിഞ്ഞത് കഴിഞ്ഞു. അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. പ്ലീസ്, ആ അമ്മയെ ഒരു തവണ വിളിക്കാൻ വേണ്ടിയാടാ. അവൾ വീണ്ടും ശ്യാമിനോട് പറഞ്ഞു. ശരി, ഞാൻ തരാം. പക്ഷേ ഇനി ഇതിൻ്റെ പേരിൽ വിഷ്ണു ചേട്ടായി എൻ്റെ മെക്കിട്ട് കയറാൻ വരാതിരുന്നാൽ മതി. ഇതും പറഞ്ഞ് ശ്യാമ അവർ വിളിച്ച നമ്പർ സാന്ദ്രയോട് പറഞ്ഞു കൊടുത്തു. ഇത് ആ അമ്മയുടെ ഫോണാണല്ലോ അല്ലേ? സാന്ദ്ര സംശയത്തോടെ ചോദിച്ചു. അതൊന്നും അറിയത്തില്ല ചേച്ചി. ഈ നമ്പറിൽ നിന്നാണ് അവർ വിളിക്കുന്നത്. അവൻ സൈക്കിൾ ഓടിച്ചു പോയി. ഇപ്പോൾ എന്തായാലും വിളിക്കേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. വൈകിട്ട് കിടക്കാൻ നേരം വിളിക്കാം, ഇല്ലെങ്കിൽ അമ്മ കേട്ടാലോ എന്ന് അവൾ ഭയപ്പെട്ടു. ഹരി അന്ന് മുഴുവൻ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുമായിരുന്നു. ഒരു ഉന്മേഷക്കുറവായിരുന്നു എന്തിനും. അച്ഛൻ രാവിലെ കടയിലേക്ക് പോയി. അമ്മ വീട്ടുജോലിയിലും. തനിക്കൊരു ജോലിയില്ലാത്തത് വലിയ ഒരു കുറവ് തന്നെയാണെന്ന് അവൻ മനസ്സിലാക്കി. എന്തേലും ഒരു ചെറിയ പണി വേണ്ടതായിരുന്നു. ഒരു കണക്കിന് അയാൾ പറഞ്ഞത് ശരിയാണ്. കെട്ടിയ പെണ്ണിനെ പോറ്റാൻ 10 പൈസ ഇല്ലാത്തവനാണോ പെണ്ണന്വേഷിച്ചിറങ്ങിയതെന്ന്. പലതരം ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പണ്ട് കണ്ണെത്താ ദൂരത്തോളം ചന്ദ്രത്തെ നെൽവയലുകളുണ്ടായിരുന്നു. കൊയ്ത്തുകാലമായാൽ പിന്നെ ഉത്സവ പ്രതീതിയായിരുന്നു. ശേഖരൻ നായരുടെ സ്ഥലത്തെ പ്രമാണിയുടെ കൊച്ചുമകനായിരുന്നു ഈ ഹരിയും. മരുമക്കത്തായവും വീതം വെയ്പ്പും എല്ലാം മുത്തച്ഛൻ്റെ കാലത്ത് പ്രസിദ്ധമായിരുന്നു. സഹോദരിമാർക്ക് വീതം കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ തറവാട് പതിയെ പതിയെ ക്ഷയിക്കാൻ തുടങ്ങി. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഇപ്പം എല്ലാം നശിച്ചു. ആകെയുള്ള 10 പേർ പാടം അച്ഛൻ പാട്ടത്തിന് കൊടുത്തു. എന്നാലും ഈ വീടും 1.25 ഏക്കർ സ്ഥലവും തൻ്റെ സ്വന്തമാണ്. അതത്ര ചെറിയ സ്വത്താണോന്ന് ഹരി ഓർത്തു. ആ, അതെന്തേലും ആകട്ടെ, ഒരു ചെറിയ ജോലിയെങ്കിലും സമ്പാദിക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയെല്ലാം. ഉറച്ച തീരുമാനത്തോടെ ഹരി എഴുന്നേറ്റ് പോയി. അവൻ മുറ്റത്ത് വന്നപ്പോൾ അമ്മ പയർ പൊട്ടിക്കുകയാണ്. കുറച്ചു പയർ വിളഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അമ്മ ഇടയ്ക്കൊക്കെ കണ്ണു തുടയ്ക്കുന്നതും കാണാം. എന്താമ്മേ? അവൻ പതിയെ രുക്മിണിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. ആ പെണ്ണ് സമാധാനത്തോടെ കെട്ടി കഴിയത്തില്ലടാ. അമ്മയുടെ പെട്ടെന്നുള്ള മറുപടിയിൽ ഹരി അന്താളിച്ചു പോയി. അമ്മ മിണ്ടാതിരുന്നോളും കേട്ടോ. വെറുതെ ഓരോന്ന് പറയാതിരിക്കും. അവൻ അവരോട് ശകാരിച്ചു. പിന്നെ എന്തൊക്കെയോ പറയാൻ വന്നേ അവർ അതെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. വൈകിട്ട് അമ്പലത്തിൽ പോകാൻ ഹരിക്ക് മടിയായിരുന്നു. നാടുനായർ കണ്ടാൽ പിന്നെ അത് മതി. അതുകൊണ്ട് അവൻ എങ്ങോട്ടും പോയില്ല. അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ പയർമണികളും പാവൽ വിത്തുകളും ഉണങ്ങി വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. പാകുവാൻ വേണ്ടി നേരത്തെ ഉണങ്ങിയതാണ് അവയെല്ലാം. ഹരി പതിയെ തൊടിയിലേക്ക് ഇറങ്ങിച്ചെന്നു. അമ്മ നട്ടിരിക്കുന്ന പയറും ചീരയും വെണ്ടയും പാവലും ഒക്കെ വാടിത്തളർന്നിരുന്നു. അവൻ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് എല്ലായിടത്തും നനച്ചു കൊടുത്തു. ഒരു കൈക്കോട്ട് എടുത്തുകൊണ്ട് വന്ന് അവൻ മണ്ണൊക്കെ ഇളക്കി. കളയൊക്കെ പറിച്ചു കളഞ്ഞു. മണ്ണൊക്കെ വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അടുക്കളയിൽ പോയി പയറിൻ്റെയും പാവലിൻ്റെയും വിത്തുകൾ എടുത്ത് അവൻ പാകി. മുളയ്ക്കുവാണെങ്കിൽ ബാക്കി കാര്യം അപ്പം നോക്കാമെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു. വൈകിട്ട് അച്ഛൻ വന്നപ്പോൾ ഹരി ടി വിയിൽ വാർത്ത കാണുകയാണ്. രുക്മിണി കട്ടച്ചായയുമായി അയാളുടെ അടുത്തേക്ക് ചെന്നു. ഇന്ന് നമ്മുടെ തെക്കേപ്പറമ്പിലെ കൈമലിനെ കണ്ടായിരുന്നു ഞാൻ. അയാളൊരു കല്യാണക്കാര്യം പറഞ്ഞു ഹരിക്ക് വേണ്ടി. പെണ്ണ് ഏതോ സ്കൂളിൽ പഠിപ്പിക്കുവാണെന്ന് അയാൾ പറഞ്ഞത്. നാളെ ഹരിയും കൂട്ടി ചെല്ലാന്ന് കൈമൾ അവരോട് എൻ്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. അയാൾ പറഞ്ഞത് മുഴുവൻ കേട്ട് ഹരി അകത്തിരിപ്പുണ്ട്. നാളെ തന്നെ അവനെ പറഞ്ഞു വിടാൻ ചേട്ടാ. മോൻ്റെ കല്യാണം ഉടനെ നമുക്ക് നടത്തണം. ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഈ രുക്മിണി. അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹരി പതിയെ എഴുന്നേറ്റു. അവരുടെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, ഒരു ജോലിയില്ലാത്ത പെണ്ണിൻ്റെ വീട്ടിലാണ് നമ്മൾ പോയത്. എന്നിട്ടോ ജോലിയുള്ള ചെറുപ്പക്കാരനല്ല ഞാനെന്നും പറഞ്ഞു. അങ്ങനെയാണ് കല്യാണം മാറിപ്പോയത്. ഇതിപ്പോൾ പെണ്ണ് ടീച്ചർ. ആ ടീച്ചർക്ക് എന്നെ പിടിക്കുവോ? അവൻ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി. കൈമളതെല്ലാം എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു. പിന്നെ നീ M.Com വരെ പഠിച്ചതല്ലേ മോനെ? ഈ ഭൂമിയുടെയൊക്കെ അവകാശം നിനക്കില്ലേ? പാട്ടം കാലാവധി തീരാറായി. അതെല്ലാം ഞാൻ കൈമളോട് സംസാരിച്ചു. അവർക്ക് നല്ലൊരു പയ്യൻ മതിയെന്ന്. അച്ഛൻ വീണ്ടും പറഞ്ഞു. നീ നാളെ പോയി കാണുക, എന്നിട്ട് ബാക്കിയല്ല.
ഒടുവിൽ അവരുടെ മുമ്പിൽ അവൻ പോകാമെന്ന് സമ്മതിച്ചു. അമ്മയ്ക്കിപ്പോൾ സന്തോഷമായി. ആ പെണ്ണ് ഏതവൻ്റെയെങ്കിലും കൂടെ ചാടിപ്പോയാൽ മതിയായിരുന്നുവെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞു. ഉറങ്ങാൻ കട്ടിലിൽ കിടക്കുകയാണ് ഹരി. ചിലപ്പോൾ തനിക്ക് വിധിച്ചത് നാളെ കാണാൻ പോകുന്ന പെണ്ണായിരിക്കും. ഒരുപക്ഷെ സാന്ദ്ര ഒരു നിമിത്തമായതായിരിക്കുമെന്ന് ഹരി ഓർത്തു. വെറുതെ ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ട് കിടക്കുവാണവൻ. പെട്ടെന്ന് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു മിസ്ഡ് കോൾ വന്നു. തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല, അവൻ മനസ്സിലോർത്തു. പെട്ടെന്ന് വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോള്. ഇപ്രാവശ്യം ഹരി ഫോണെടുത്തു. ഹലോ എന്ന് അവൻ 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു മറുപടി അങ്ങേ തലയ്ക്കിൽ നിന്ന് കേട്ടില്ല. ഹലോ, നിങ്ങൾ ആരാണ്? കേൾക്കാൻ പാടില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. ഇത് ഹരിയേട്ടനാണോ? വിറയാർന്ന സ്വരത്തിൽ ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവൻ കേട്ടു. തുടരും. കഥ ഇഷ്ടാവുന്നുണ്ടെന്ന് വിശ്വസിക്കുവാണേ.